Warm greetings, ladies and gentlemen, boys and girls. Welcome to the next chapter of Priya Jacob's Mera Man, My Mind in association with Ephatha Speech and Hearing Center. എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ the aim of our program is to let our senior citizens know that they have to live their life to the fullest, and for the younger generation to understand that they have to support the senior citizens. So ഇതാണ് നമ്മളുടെ ഈ എപ്പിസോഡ്സിൻ്റെ എല്ലാം ഒരു എയിം എന്ന് പറയുന്നത്. ബട്ട് അതാണ് നമ്മളുടെ എയിം എങ്കിലും we also consider our younger generation, the way they are, the way their mindset is, അവരുടെ ചിന്തയുടെ രീതിയും ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്ത് തന്നെയാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ പല ടോക്സ് പല ടോപ്പിക്കിൽ നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ട്. എൻഡ് ഓഫ് ദ ഡേ ഒരു ഹാർമണി ഓഫ് ദ സൊസൈറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എത്ര നന്നായിട്ട് എല്ലാ ജനറേഷനും ഒന്നിച്ച് മിങ്കിൾ ചെയ്ത് നിൽക്കാം എന്നുള്ളതാണ് ഏറ്റവും കാതലായ പോയിന്റ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് ഈസ് സിംഗിൾ പാരൻറ്റിങ്. സിംഗിൾ പാരൻറ്റിങ് ഒരുപാട് പേരിപ്പം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ആൻഡ് ദർ ആർ മെനി റീസൺസ് വൈ ദിസ് സിംഗിൾ പാരൻറ്റിങ് ഈസ് ഇൻ പ്രോഗ്രസ് നൗ എഡേയ്സ്. സിംഗിൾ പാരൻറ്റിങ് എന്ന് പറയുമ്പം ഐ ഹോപ്പ് എവറിബഡി അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ഇറ്റ്സ് വെൻ എ പാരൻറ്റ് raises a child or children without the support of a spouse or a partner. ഒരു സ്പൗസോ പാർട്ട്ണറോ ഇല്ലാതെ ഒറ്റയ്ക്ക് ഒരു പേരൻറ്റ്, അത് അമ്മയാകാം അച്ഛനാകാം, ഒരു പേരൻറ്റ് ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു കുട്ടി എന്നല്ല, കുട്ടിയെ അല്ലെങ്കിൽ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരാൾ വളർത്തിക്കൊണ്ട് വരുന്നതാണ് സിംഗിൾ പാരൻറ്റിങ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾക്കറിയാം സിംഗിൾ പാരൻറ്റിങ് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് മെനി റീസൺ. ഒന്നെങ്കിൽ ഒരു സ്പൗസിൻ്റെ ഡെത്ത് ആയിരിക്കാം. കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉണ്ടായി കഴിയുമ്പം ഒരാളങ്ങ് മരിച്ചു പോയി കഴിയുമ്പോഴത്തേക്കിന് ആ പേരൻ്റ് ഒറ്റയ്ക്കാവും. അപ്പം സിംഗിൾ പാരൻറ്റിങ്ങിൻ്റെ സ്റ്റേറ്റിലേക്ക് വരും. സോ ഇറ്റ് ക്യാൻ ബി ഡെത്ത് ഓഫ് എ പാരൻറ്റ്, ഇറ്റ് ക്യാൻ ബി എ ഡിവോഴ്സ്, ഒരു സെപ്പറേഷൻ ആകാം, ഇറ്റ് ക്യാൻ ബി ഡൊമസ്റ്റിക് വയലൻസിൽ ആകാം. ഈ സിംഗിൾ പാരൻ്റായി മാറുന്നത് ഡൊമസ്റ്റിക് വയലൻസിൽ വരാം. റേപ്പ് ക്യാൻ ബി വൺ ഓഫ് ദി റീസൺ ഫോർ എ സിംഗിൾ പാരൻറ്റിങ്. അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ സിംഗിൾ പാരൻറ്റ് അഡോപ്ഷൻ. സിംഗിൾ പേരൻ്റായിട്ട് എനിക്ക് വിവാഹം കഴിക്കേണ്ട, എനിക്ക് കുട്ടികൾ ആ രീതിയിൽ വേണ്ട, ഐ ഡോണ്ട് വോണ്ട് ടു ഗെറ്റ് മാരീഡ് എന്ന് തീരുമാനം എടുത്ത ആൾക്കാരുണ്ട്. ദേ വോണ്ട് ടു ഹാവ് എ ചൈൽഡ് ബട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർ എവിടെ ചെയ്ത് ഓർഫനേജിൽ നിന്നൊക്കെ കുട്ടിയെ അഡോപ്റ്റ് ചെയ്യും. സോ ആൻഡ് ദെൻ ഹി ഓർ ഷീ ബിക്കംസ് എ സിംഗിൾ പേരൻറ്റ്. പല കാരണങ്ങൾ കണ്ടാകാം ഈ സിംഗിൾ പേരൻറ്റിങ് വരുന്നത്. സിംഗിൾ പേരൻറ്റിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ആ പേരൻറ്റിൻ്റെ മൈൻഡ് സെറ്റാണ്. പലപ്പോഴും പലരും കുട്ടികൾ ഇന്നതാണ്, കുട്ടികൾ അങ്ങനെ ചെയ്യുന്നു, കുട്ടികൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ക്ലിനിക്കിൽ പീപ്പിൾ വരാറുണ്ട്. സോ അതിൻ്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുക എല്ലാവരോടും, ഇഫ് എ ചൈൽഡ് ബിഹേവ്സ് റൂഡ് ഓർ ബാഡ്, അങ്ങനെ ഒരു ബിഹേവിയർ ഒരു കുട്ടിക്കുണ്ടെങ്കിൽ വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഈസ് ദാറ്റ് അത് ആ പേരൻറ്റിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഒരുപാട് ആ കുട്ടിയെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പേരൻറ്റിൻ്റെ മൈൻഡ് സെറ്റ് അഫക്ട്സ് ദ ചൈൽഡ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ്. സോ ആരെങ്കിലും ഇത് കേൾക്കുന്ന ആരെങ്കിലും സിംഗിൾ പേരൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ ചാപ്റ്റർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിൽ നിന്ന് എനിക്ക് ഒത്തിരി ഒന്നും പറയാൻ ഒക്കത്തില്ല. ഈ ഒരു 30 minutes പ്രോഗ്രാം അപ്പം ചെറിയ ക്യാപ്സ്യൂൾ ഫോമിൽ ഐ ക്യാൻ ഗിവ് ഇറ്റ് ടു യു. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പണ്ടുള്ളവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇറ്റ് ടേക്സ് എ ഹോൾ വില്ലേജ് ടു റേസ് എ ചൈൽഡ്. ഈ കൂട്ടുകുടുംബം എല്ലാവരും ഒന്നിച്ച് താമസിച്ച് ഉള്ള ആ സമയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ പേരൻസ് കാണും, ഗ്രാൻഡ് പേരൻസ് കാണും, ആ വീട്ടിൽ അങ്കിൾ കാണും, ആൻറ്റ് കാണും, അങ്ങനെ കസിൻസ്, റിലേറ്റീവ്സ്, അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നായിരിക്കും ഒരു കൂട്ടുകുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടി വളരുന്നത് അത്രയും ജനങ്ങളുടെ ഇടയിലാണ് ഈ കുട്ടി വളരുന്നത്. സോ അതുകൊണ്ടാണ് ആ സെയിങ് വരുന്നത്, ഇറ്റ് ടേക്സ് എ ഹോൾ വില്ലേജ് ടു റേസ് എ ചൈൽഡ് എന്നുള്ളൊരു സെയിങ് വരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ആ കൂട്ടുകുടുംബം എന്ന് പറയുന്നത് എല്ലാം പൊഴിഞ്ഞു പോയി അച്ഛനും അമ്മയും മാത്രമായിട്ടുള്ള വീട്ടിലേക്ക് ഒതുങ്ങി കുട്ടികൾ. പക്ഷേ അതിലും കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ നോക്കുന്ന പലയിടത്തും അച്ഛനോ അമ്മയോ കാണുകയുള്ളൂ. ഈ കുട്ടി വളർന്നു വരുമ്പം ആ കുട്ടി വളർന്നു വരുന്ന മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഈ പേരൻറ്റിൻ്റെ മാനസികാവസ്ഥയായിട്ട് ഒരുപാട് ലിങ്ക്ഡ് ആയിരിക്കും. സോ parent has to take care of himself or herself before even deciding that he or she is going to be a single parent.
ആ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പേ അവനവൻ്റെ മൈൻഡ് സെറ്റാണ് ആദ്യം നോക്കേണ്ടത്. ഞാൻ സിംഗിൾ പേരൻ്റായിട്ട് എൻ്റെ കൊച്ചിനെ വളർത്തിയെടുക്കുമെങ്കിൽ അവനവൻ്റെ മൈൻഡ് സെറ്റ് ആദ്യം നോക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സിംഗിൾ പാരൻറ്റിങ്ങിന് ഒരുപാട് നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. ആൻഡ് എവറിത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ ദ പേരൻറ്റ്. കുട്ടിയെ കുറ്റം പറയാൻ നിൽക്കരുത്. ഓൺ ദ പേരൻ്റ് ആണ് ആദ്യത്തെ ഒരു മെയിൻ ഫോക്കസ് കിടക്കുന്നത്. ആ പേരൻറ്റിന് നല്ല മൈൻഡ് സെറ്റ് ആണെങ്കിൽ, ഹെൽത്തി മൈൻഡ് സെറ്റ് ആണെങ്കിൽ, ഇഫ് ഹി ഓർ ഷീ ടേക്സ് കെയർ ഓഫ് ഹെർ സെൽഫ് ഓർ ഹിംസെൽഫ്, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ ആ പേരൻ്റ് ഉറപ്പായിട്ടും ആ കുട്ടിക്ക് കുറേ ടൈം ഡിവോട്ട് ചെയ്യും. ആ കുട്ടിയെ ഒറ്റയ്ക്ക് വിടാതെ, ആ കുട്ടി ഒറ്റയ്ക്കാണ്, അതിന് വേറെ സിബ്ലിങ്സ് ഇല്ല, അതിന് ഗ്രാൻഡ് പേരൻസ് ഇല്ല, ആൻസ് ഇല്ല, അങ്കിൾസ് ഇല്ല, റിലേറ്റീവ്സ് കസിൻസ് ഒക്കെ ഒന്നും എല്ലാവരും ദൂരെയാണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ പേരൻ്റ് അവരവരുടെ സമയം അനുസരിച്ച് ആ കുട്ടിക്ക് പ്രയോറിറ്റിയും സമയവും കൊടുക്കാനായിട്ട് പേരൻ്റ് ട്രൈ ചെയ്യും. അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി ആ പേരൻറ്റോട് കൂടുതൽ ചേരും, ബോണ്ടിങ് നന്നായിട്ട് ഉണ്ടാകും. ഹിയറിംഗ് എയ്ഡ് ആവശ്യമുണ്ടെന്ന് എങ്ങനെ അറിയും? ആളുകൾ സംസാരിക്കുമ്പോൾ പലതും വ്യക്തമാകുന്നില്ലേ? ഫോണോ ഡോർ ബെല്ലോ അടിക്കുമ്പോൾ കേൾക്കുന്നില്ലേ? TV ഉച്ചത്തിൽ വെച്ച് കേൾക്കുന്നുണ്ടോ? വിളിച്ചാൽ കേൾക്കുന്നില്ലെന്ന കംപ്ലൈന്റ് തുടങ്ങിയോ? Call now to book for consultation. 8943 355 333. In our world, elegance meets fashion. Every step exudes confidence. Discover cosmetics that elevate your natural charm, because beauty is your personal statement. Emilia, the Beauty Hub, Madikkummud, Changanasheri, your ultimate style destination, a venture of Konat Group. There is an end to cure, but there is no end to care. Can Care. Our facilities, our comprehensive services. പ്രായം കൂടുന്തോറും രോഗങ്ങളുടെ സാധ്യതയും കൂടുന്നു. അപ്പോഴാണ് ഒരു പ്രൊഫഷണൽ കെയർ ആവശ്യം. അതാണ് Can Care. Can Care, care that knows you. ഈ ബോണ്ടിങ് ഉണ്ടാവുമ്പോൾ തന്നെ ആ വീടിൻ്റെ ഓരോ റെസ്പോൺസിബിലിറ്റീസും ഷെയർഡ് ആയിരിക്കും. റെസ്പോൺസിബിലിറ്റീസ് ഇൻ ദ സെൻസ് വീട്ടിലെ കാര്യം നോക്കുന്നത്, കടയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നത്, കുക്കിംഗ് ആയിട്ട്, ക്ലീനിങ് ആയിട്ട്, ഇങ്ങനത്തെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഈ പേരൻറ്റും ചൈൽഡും തമ്മിൽ ഷെയർ ചെയ്യും. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. ഇത് ഡീപ്പ് ബോണ്ടിങ് ഉള്ള ഒരു പേരൻറ്റും ഒരു കുട്ടിയും തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യം ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അതായത് വെൻ ദ പേരൻറ്റ് ഹാസ് എ വെരി ഹെൽത്തി മൈൻഡ് സെറ്റ്. സോ എവറി റെസ്പോൺസിബിലിറ്റി ഈസ് ഷെയർഡ്. ഈ ഷെയറിങ് മാത്രമല്ല, അവർ തമ്മിൽ ബോണ്ട് കൂടുതൽ ഇൻ ഡെപ്തിലേക്ക്, ആ ഒരു ഇൻറ്റൻസ് ബോണ്ടിങ്ങിലേക്ക് പോകുന്നത് ഈസ് വെൻ ദേ സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് ഈച്ച് അതർ. ക്വാളിറ്റി ടൈം അവർ സ്പെൻഡ് ചെയ്യുമ്പോൾ, ലൈക്ക് വാച്ചിങ് മൂവീസ് ടുഗെദർ, റീഡിങ് ബുക്സ്, മൂവി ഒന്നിച്ച് കാണുക, ബുക്ക് ഒന്നിച്ച് വായിക്കുക, പ്ലേയിങ് ഗെയിംസ് ടുഗെദർ. ആ കുട്ടിയുടെ പാഷൻസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഈ പേരൻറ്റും ആ കുട്ടിയുടെ പാഷൻസിനോട് ചേർന്ന് പല ആക്ടിവിറ്റീസും ചെയ്യുമ്പോഴും ഇങ്ങനെയൊക്കെ ഇവർ തമ്മിലുള്ള ബോണ്ടിങ് അങ്ങ് വളരെയേറെ സ്ട്രോങ് ആവും. ഇവിടെ സിംഗിൾ പേരൻറ്റിങ് ഇസ് നോട്ട് എ പ്രോബ്ലം. കാരണം എല്ലാത്തിനും ഒരു കട്ട സപ്പോർട്ടാണ്. ആ കുട്ടി വളർന്ന് വരുമ്പം തന്നെ ആ കുട്ടി ഭയങ്കര ഒരു റെസ്പോൺസിബിലിറ്റി ഷോൾഡർ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആയിട്ടാണ് ആ കുട്ടി വളർന്നു വരാൻ പോകുന്നത്. പ്ലസ് മെച്യൂർഡ് ആയിരിക്കും. കാരണം ഈ എൻ്റെ അമ്മ, എൻ്റെ അപ്പ ഒക്കെ എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നു എന്നുള്ളത്, എനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ തന്നെയാണ് അവർ ചെയ്തെടുത്തതെന്നുള്ള ഒരു അവയർനെസ്സും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡും ഈ കുട്ടിക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും. ബിക്കോസ് ആ പേരൻറ്റും കുട്ടിയും തമ്മിലുള്ള ബോണ്ടിങ് അങ്ങനെയാണ്, ഭയങ്കര ഹെൽത്തി ബോണ്ടിങ് ആയിരിക്കും. അവർ സോഷ്യലൈസ് ചെയ്യാൻ മിടുക്കരായിരിക്കും. എല്ലാ കാര്യവും ഒന്നിച്ച് ആ പേരൻറ്റിന് ചെയ്യുന്ന കാര്യങ്ങൾ, ആ പേരൻറ്റിനെ ഇമിറ്റേറ്റ് ചെയ്തായിരിക്കും ആ കുട്ടി പലപ്പോഴും വളരുന്നത്. സോ ദിസ് ഈസ് വെരി ഹെൽത്തി. അപ്പോൾ ഈ ഒരു ഹെൽത്തി ലിവിങ്ങിനകത്ത് ആ ഒരു കുട്ടി സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, സൊസൈറ്റിക്കും ഫാമിലിക്കും യൂസ്ഫുൾ ആയിട്ട് തന്നെയാണ് വളർന്നു വരുന്നത്. ദർ ഇസ് നോ ഇഷ്യൂ ദർ. പക്ഷേ ഓൺ ദി അതർ സൈഡ്, എ കോയിൻ ഹാസ് ടു സൈഡ്സ്. ഓൺ ദി അതർ സൈഡ്,
പേരൻറ്റിൻ്റെ മൈൻഡ് സെറ്റ് അൺഹെൽത്തി ആണെങ്കിൽ, അതായത് ഒരുപാട് സ്ട്രെസ് എടുക്കുന്ന ആളാണെങ്കിൽ, ഒരുപാട് ഡിസപ്പോയിൻമെൻറ്റ്സ് എടുക്കുന്നതാണ്, തൊടുന്നതും പിടിക്കുന്നതൊക്കെ അപ്സെറ്റ് ആക്കുന്നു, ആ ആളുടെ പേരൻറ്റിൻ്റെ ലൈഫിൻ്റെ ഇഷ്യൂസ് തന്നെ ആ ആളെ ഒരുപാട് നെഗറ്റീവ് എനർജിയിലേക്ക് ആക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും മുമ്പോട്ട് വരാനായിട്ട് സെൽഫായിട്ട് മോട്ടിവേറ്റഡ് ആകാതെ എല്ലാം എനിക്കെല്ലാം തീർന്നു, എനിക്കെല്ലാം എന്താ ഇങ്ങനെ, എനിക്ക് മുഴുവൻ റെസ്പോൺസിബിലിറ്റീസ്, ഈ ഒരു മൈൻഡ് സെറ്റിൽ ഉള്ള നെഗറ്റീവ് എനർജിയിൽ ഫിൽഡായിട്ടുള്ള ഒരാളാണെങ്കിൽ ആ ആളുടെ കീഴിൽ വളരുന്ന ഒരു കുട്ടി എന്ന് പറയുന്നത് ഒരുപാട് പ്രയാസത്തിലും പ്രശ്നത്തിലായിരിക്കും ആ കുട്ടി വളർന്നു വരുന്നത്. ഒരുപാട് ട്രോമ തന്നെ ആ കുട്ടികളുടെ ജീവിതത്തിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ കുട്ടി വളർന്നു വരുമ്പോൾ ഒരു ടീനേജ് ഒക്കെ ആയി കഴിയുമ്പോഴാണ് നമ്മളുടെ ഈ കുട്ടി വളർന്നു വന്നതിൻ്റെ ക്യാരക്ടറിൽ വന്ന പ്രശ്നങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? സോ ഈ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഈ കുട്ടി തൊടുന്നതിനും പിടിക്കാനൊക്കെ ദേഷ്യം കാണിക്കും, ആങ്കർ ആയിരിക്കും, തൊടുന്നതിനും പിടിക്കാനൊക്കെ ഡിസപ്പോയിൻമെൻറ്റ്സ് വരും. പിന്നെ ടീനേജിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്കറിയാം ഈ കുട്ടികളിൽ സെൽഫ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് അവരുടെ തന്നെ ബോഡി വളരുന്ന സമയമാണ്, അവരുടെ സെക്ഷൽ ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. ആ കുട്ടി ഒരു ചെറിയ കുട്ടിയിൽ നിന്നും ഒരു മുതിർന്ന ആണിലേക്ക് ചെല്ലുന്ന ഒരു ട്രാൻസിഷൻ പീരിയഡാണ് ആ ഒരു ടീനേജ് എന്നൊക്കെ പറയുന്നത്. 15, 16, 17, 18, 19 ഇതൊക്കെ ഒരു പീരിയഡാണ്. ആ ഒരു പീരിയഡിൽ അവരുടെ മൈൻഡ് സെറ്റ് നല്ല അല്ലെങ്കിൽ അവർ പല കാര്യങ്ങളിലേക്ക് മറ്റ് പല കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവും. അതായത് ചിൽഡ്രൻ ക്യാൻ എൻഡ് അപ്പ് ഇൻ ടു സ്മോക്കിംഗ്, അവർക്ക് സ്മോക്കിംഗ് എടുക്കാൻ ഒക്കും, ഡ്രഗ്സ് എടുക്കാൻ ഒക്കും. ദേ മൈറ്റ് എൻഡ് അപ്പ് വാച്ചിങ് പോർണോഗ്രാഫ്സ്. പോർണോഗ്രാഫിയാണ് ഭയങ്കര ഒരു വലിയ പ്രശ്നമായിട്ട് ഇപ്പോൾ ഈ സൊസൈറ്റിയിൽ കിടക്കുന്ന പോർണോഗ്രാഫിയാണ്. ദേ വിൽ സ്റ്റാർട്ട് വാച്ചിങ് പോർണോഗ്രാഫി. ഇതെല്ലാം കൂടെ ആയിക്കഴിയുമ്പം ആൻഡ് പ്ലസ് ഇവരുടെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പ് കാണും. ഈ ഗ്രൂപ്പിലുള്ള പല റോട്ടൺ ചിന്തകൾ വരും. ഇതെല്ലാം ഇവരെ എടുക്കും. ഹെൽത്തി ആയിട്ടുള്ള ചിന്തകളല്ലാതെ വളരെയേറെ നെഗറ്റീവ് ചിന്തകൾ സൊസൈറ്റിയിൽ നിന്നും ഇവരുടെ ഫ്രണ്ട്സിൽ നിന്നൊക്കെ ഇവരെടുക്കും. കാരണം ഇവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനോ ഇവരുടെ ഒരു ബോണ്ടിങ്ങിലേക്ക് ചെല്ലാനോ പേരൻറ്റിന് കഴിയുന്നില്ല. ബിക്കോസ് ദ പേരൻറ്റ് ഹിംസെൽഫ് ഓർ ഹെർ സെൽഫ് ഈസ് നോട്ട് ഹെൽത്തി ഇൻ ദ മൈൻഡ്. ഞാൻ ഫിസിക്കൽ ഹെൽത്ത് അല്ല പറയുന്നത്, ഇൻ ദ മൈൻഡ് ഈസ് നോട്ട് ഹെൽത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടി ചെന്ന് ചേരുന്ന ഇതുപോലത്തെ ഒരു സർക്കിളിലേക്ക് ചെന്ന് ചേരും. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, പോർണോഗ്രാഫി എന്നൊക്കെ പറയുന്നത് കറപ്റ്റ് ചെയ്യും മൈൻഡിനെ. ഈ മൈൻഡിനെ കച്ചടാക്കും, ഒരുപാട് കച്ചടായിരിക്കും. അവരൊരു വല്ലാത്തൊരു വൾഗർ ഇമാജിനറി വേൾഡിലേക്കാണ് ഈ കുട്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മളെല്ലാം മനസ്സിലാക്കണം. സോ ഈ ഒരു സിംഗിൾ പേരൻ്റായിട്ട് നിങ്ങൾ ആരെങ്കിലും പോകുന്നുവെങ്കിൽ, ഐ വോണ്ട് ടു ബി എ സിംഗിൾ പേരൻ്റ് പോകുമ്പോൾ ഓർത്തോണം, ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഈസി. അത് എളുപ്പമല്ല എന്ന് ഓർത്തോണം. എളുപ്പമല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെ വേണം ആദ്യം റെഡിയാക്കാൻ. നിങ്ങളുടെ മൈൻഡ് സെറ്റ് വേണം നിങ്ങൾ ആദ്യം റെഡിയാക്കാൻ. നിങ്ങളുടെ മൈൻഡ് സെറ്റ് റെഡിയാക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണം, നിങ്ങൾക്കത് സ്വയമായിട്ട് കഴിയുന്നില്ലെങ്കിൽ ഗോ ടു എ കൗൺസിലർ ഓർ എ സൈക്കോളജിസ്റ്റ്. പോവുക, അവിടെ ചെന്ന് അവരോട് സംസാരിക്കുക, അവർ പറഞ്ഞു തരും എന്ത് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനുള്ള പേരൻ്റ് ആണെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ഡിസിപ്ലിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആവും. ഒന്ന്, നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ ടേക്ക് കെയർ ചെയ്യുക. രണ്ടാമത്, നിങ്ങളെ തന്നെ ഹാപ്പി ആക്കി വെക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. നമ്മൾക്ക് എല്ലാവരും ഉണ്ടെങ്കിലേ നമുക്കെല്ലാം ചെയ്യാൻ ഒക്കുകയുള്ളൂ, ഞാൻ ഒറ്റയ്ക്ക് എന്തുമാത്രം ചെയ്യാൻ ഒക്കും എന്നുള്ള ഈ ആറ്റിറ്റ്യൂഡ് അങ്ങ് കളയുക.
നമുക്ക് ഒറ്റയ്ക്ക് പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ. നമ്മൾ കഴിയത്തില്ല എന്ന് വെച്ച് നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് ആണ്, നമ്മുടെ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ് നമുക്കൊരു കാര്യം കഴിയത്തില്ല, അല്ലെങ്കിൽ ഇതെല്ലാം എനിക്ക് പ്രശ്നമാണ്, പ്രയാസമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് മുന്നിൽ നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് നമ്മുടെ ഇമോഷൻസ് മാറ്റിവെച്ച് ഈ ബ്രെയിൻ യൂസ് ചെയ്ത് നമ്മൾ ഒരു കാര്യം ചെയ്യാമെങ്കിൽ, സൊല്യൂഷൻസ് കണ്ടെത്താമെങ്കിൽ, ഈ ഒരു സിംഗിൾ പേരൻറ്റിങ്ങിൽ വരുന്ന ഡിഫിക്കൽട്ടീസ് നമുക്ക് ഫേസ് ചെയ്യാൻ ഒക്കും. വി വിൽ ബി ഏബിൾ ടു വാക്ക് ത്രൂ ഇറ്റ്. ടൈം മാനേജ്മെൻറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഈ ഒരു കാര്യത്തിൽ. അതായത് നിങ്ങൾ ജോലി കാണും, നിങ്ങൾ ജോലിക്ക് പോകുന്ന ആളായിരിക്കാം, നിങ്ങൾക്ക് ജോലിയും വീടും ഈ കുട്ടിയെയും ഒറ്റയ്ക്ക് ഇതെല്ലാം നിങ്ങൾ മാനേജ് ചെയ്യേണ്ടി വരും. അപ്പം ടൈം മാനേജ്മെൻറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അത് അനുസരിച്ച് വേണം നിങ്ങൾ അവിടെ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാനായിട്ട്. വളരെയേറെ നല്ല രീതിയിൽ നിങ്ങൾ പ്ലാൻ ഔട്ട് ചെയ്യണം നിങ്ങളുടെ ഡേ. ആ പ്ലാൻ ഔട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എത്ര നേരം നിങ്ങളുടെ കുട്ടിയോട് സംസാരിച്ചിരിക്കാൻ, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ ഒക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇല്ലെങ്കിൽ യു വിൽ നോട്ട് ബി ഏബിൾ ടു ഡു ഇറ്റ്. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം, ഞാൻ വരുമ്പം കൊച്ചിനോട് മിണ്ടാം, അല്ലെങ്കിൽ ഓക്കെ അന്നേരം നോക്കാം എന്ന് പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡിൽ വിടരുത്. കാരണം പലപ്പോഴും ആ സമയം കുട്ടിക്ക് കിട്ടത്തില്ലാത്തൊരവസ്ഥ വരും. സോ ക്വാളിറ്റി ടൈം കൊച്ചിനോട് സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ കൂടുതലായിട്ട് ശ്രമിക്കണം. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നത് പറഞ്ഞാൽ ആ കുട്ടിയെ അൺകണ്ടീഷണലി സ്നേഹിക്കുക. അൺകണ്ടീഷണൽ ലവ് ആ കൊച്ചിന് കൊടുക്കുക. നമ്മളൊക്കെ ക്ഷീണിക്കുമ്പം, നമ്മൾ ടയേർഡായിരിക്കുമ്പം ഈ കുട്ടികളൊക്കെ നമ്മുടെ അടുത്ത് വരുമ്പോൾ പറയും, നമ്മൾ പിന്നെ ആട്ട്, മാറി നിൽക്കുക, പിന്നെ ആട്ട്, ഞാൻ പിന്നെ കളിക്കാൻ വരാം. ഈ രീതിയിലുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, നമ്മൾ ആ അപ്രോച്ച് ഒന്ന് മാറ്റണം. കുട്ടിക്ക് എത്ര വയസ്സുണ്ടെന്ന് ആലോചിക്കുക, നമുക്ക് എത്ര വയസ്സുണ്ടെന്ന് ആലോചിക്കുക. അപ്പം കുട്ടിയാണോ കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ആവേണ്ടത്, നമ്മളാണോ കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ആവേണ്ടത്? അപ്പം ആ കുട്ടിയുടെ പ്രായവും നമ്മുടെ പ്രായവും രണ്ടും നോക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അണ്ടർസ്റ്റാൻഡ് ഹൂ ഈസ് മോർ മെച്യൂർഡ്. മെച്യൂരിറ്റി ആർക്കാണ് കൂടുതൽ വരേണ്ടത്? ആ കൊച്ചി നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മുടെ ക്ഷീണം, നമ്മുടെ സ്ട്രെസ്, ഓഫീസിൻ്റെ ഡിസപ്പോയിൻമെൻറ്റ്സ് എല്ലാം വെച്ച് കുട്ടിയെ മാറ്റരുത്. വർക്കിംഗ് വിമൻ ആണെങ്കിൽ അല്ലെങ്കിൽ വർക്കിംഗ് മെൻ ആണെങ്കിൽ നിങ്ങളുടെ ഓഫീസിൻ്റെ സ്ട്രെസ് ലീവ് ഇറ്റ് ഇൻ ദി ഓഫീസ്. വീട്ടിലേക്ക് അത് കൊണ്ടുവന്ന് വീട്ടിലിരിക്കുന്ന കുട്ടി അല്ലെങ്കിൽ കുട്ടികളുടെ പുറത്തോട്ട് നിങ്ങളുടെ ഓഫീസിൻ്റെ സ്ട്രെസ് ഇടാനോ, എനിക്കിങ്ങനെയാണ്, നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ലേ എന്ന് ആ കുട്ടിയോട് ചോദിക്കാൻ ഇടവരരുത്. കുട്ടികൾക്ക് പല കാര്യങ്ങളും മനസ്സിലാവില്ല. ഓഫീസിൽ എനിക്ക് സ്ട്രെസ്സാണ്, കഷ്ടപ്പാടാണെന്നൊരു കുട്ടിയോട് സംസാരിച്ചിരുന്നാൽ ആ കുട്ടിക്ക് സ്ട്രെസ്സ് കൂടി കുട്ടിയുടെ ആ മൈൻഡ് ഹെൽത്ത് കച്ചറ ആവുമെന്നല്ലാതെ അത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഫേസിലേക്ക് കുട്ടികൾ പോകത്തില്ല. അവരുടെ ബ്രെയിൻ അത്ര ആയിട്ടില്ല, ഇമോഷണലി അവർ അത്ര ആയിട്ടില്ല, മെച്യൂർഡ് ആയിട്ടില്ല എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. സോ നമ്മളുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ കൊണ്ട് കുട്ടിയുടെ മേലോട്ട് കൊണ്ട് ഡംപ് ചെയ്യരുത്. ആരും ഡംപ് ചെയ്യരുത്. ദേ വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അത് മനസ്സിലാക്കണം എല്ലാവരും. സോ പേരൻറ്റിൻ്റെ മൈൻഡ് സെറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വൈൽ ഹാൻഡ്ലിങ് എ ചൈൽഡ് ഇഫ് യു ആർ എ സിംഗിൾ പേരൻറ്റ്. ഓർത്തോണം, എല്ലാം ഇറ്റ്സ് നോട്ട് അബൌട്ട് അസ്, എല്ലാം ഇസ് നോട്ട് അബൌട്ട് ദെം ഓൾസോ. ഇറ്റ് ഈസ് അബൌട്ട് ഗോയിങ് ടുഗെദർ. ഇതിപ്പോൾ ഞാൻ സിംഗിൾ പേരൻറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു. But this is the same case even if there are both parents. ജീവനോടിരിക്കുന്ന രണ്ട് പേരൻസും ഉണ്ടെങ്കിലും പല വീടുകളിലെയും കുട്ടികൾ ഇപ്പം ഇങ്ങനെ തന്നെയാണ്. അച്ഛനും അമ്മയ്ക്കും കാണത്തില്ല സമയം കുട്ടികളോട് സംസാരിക്കാനായിട്ട്, അവരുടെ ക്വാളിറ്റി ടൈം ചിലവഴിക്കാനായിട്ട്. ഞാനിപ്പോൾ സിംഗിൾ പേരൻ്റ് പറഞ്ഞതേ ഉള്ളൂ. ഈ സെയിം അവസ്ഥയാണ് പല വീടുകളിലും. കുട്ടികൾ ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്ക് മുറിയിൽ അടച്ചു പൂട്ടിയിരിക്കുന്ന അവസ്ഥകളുണ്ട്. ഒറ്റയ്ക്ക് മുറിയിൽ അടച്ചു പൂട്ടിയിരിക്കുന്ന അവസ്ഥകൾ, അതിൽ നിന്നൊക്കെ ഒന്ന് മാറ്റണം നമുക്ക് കുട്ടികൾ. അപ്പം ആർക്കാണ് ഹെൽത്തി മൈൻഡ് സെറ്റ് വേണ്ടത്? പേരൻറ്റിന്. അച്ഛനോ അമ്മയ്ക്കോ കുട്ടിക്കോ ആണോ? അച്ഛനും അമ്മയ്ക്കുമാണ് ആദ്യം കൗൺസിലിംഗ് വേണ്ടത്. അവരുടെ മൈൻഡ് സെറ്റ് ഓക്കെ ആണെങ്കിൽ അടുത്ത ജനറേഷൻ വിൽ ബി ഓക്കെ. ഗെറ്റ് ഇറ്റ്. നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിലും ഉള്ള പോലെ ഈ ചാപ്റ്ററിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡെഡിക്കേഷൻ ഉണ്ട്. എ സോങ് ഫ്രോം കോട്രോ ഈഗിൾസ് മ്യൂസിക് ബാൻഡ് ഡെഡിക്കേറ്റിംഗ് ടു ഓൾ ദ വ്യൂവേഴ്സ് ഔട്ട് ദെയർ. എൻജോയ് ഇറ്റ്, ഹാവ് ഫൺ. മാനത്തെ മാറിക്കുറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ, മാടത്തെ മാടക്കിടാങ്ങൾ വാവുറങ്ങാറാരോ, വാവാവം പാടിയുറക്കാൻ ഇല്ലില്ലമ്മയും പൊന്നേ, ചാരത്തെ നോവു താരാട്ടിൽ നീയുറങ്ങാറാരോ, മാമൂട്ടാനെങ്കും കൊണ്ടേ മാറു ചുരന്നെന്റെ ചെല്ലപ്പുള്ള, നെഞ്ചോരം പാടിയുറക്കാൻ ഉള്ളു കരഞ്ഞേ ചെല്ലപ്പുള്ള.
കുഞ്ഞിക്കാൽ പിച്ച പിച്ച തട്ടി തട്ടി നീ നടന്നേ. ഇന്നെന്റെ കണ്ണു നനഞ്ഞേ ഉള്ളു നിറഞ്ഞേ ചെല്ലക്കുഞ്ഞേ. കുഞ്ഞിക്കൈ തപ്പോ തപ്പോ താളം കൊട്ടി നീ ചിരിച്ചേ. കണ്ണന്നേ കാടും കാട്ടാരും കൂടെ ചിരിച്ചേ കണ്ണിപ്പൊന്നേ. പുഞ്ചിരിക്കു കണ്ണേ അമ്മയുണ്ട് മേലേ. കണ്ണു ചിമ്മും താരകമായി ദൂരെ. ഓ മാനത്തെ മാരിക്കുറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ. മാടത്തെ മാടക്കിടാങ്ങൾ വാവുറങ്ങാറാരോ. വാവാവം പാടിയുറക്കാം നില്ലില്ലമ്മയും പൊന്നേ. ചാരത്തെ നോതാരാട്ടെ നീയുറങ്ങാറാരോ. മാനത്ത് രാഗിപ്പറി കണ്ടറിയും ചെമ്പരന്തേ. വീഴല്ലേ നിന്റെ നിഴലെന്റെ കുഞ്ഞു കുഞ്ഞാറ്റകളൊറ്റയ്ക്കാണേ. മുത്തപ്പൻ മാറിയെത്തിവേ ചാവന്മേൽ തിണ്ടിച്ചതിച്ചേ. താങ്ങില്ല തങ്കക്കുടങ്ങൾ കാക്കണ പോറ്റണേ മാറിയമ്മേ. പുഞ്ചിരിക്കു കണ്ണേ അമ്മയുണ്ട് മേലേ. കണ്ണു ചിമ്മും താരകമായി ദൂരെ. ഓ മാനത്തെ മാരിക്കുറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ. മാടത്തെ മാടക്കിടാങ്ങൾ വാവുറങ്ങാറാരോ. വാവാവം പാടിയുറക്കാം നില്ലില്ലമ്മയും പൊന്നേ. ചാരത്തെ നോതാരാട്ടെ നീയുറങ്ങാറാരോ. So with this, ladies and gentlemen, boys and girls, I have to wind up today's chapter. I hope ഈ ചെറിയ ക്യാപ്സ്യൂൾസ് ഒക്കെ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒക്കെ പ്രയോജനം വരുമെന്ന് ഞാനങ്ങ് ഹോപ്പ് ചെയ്യും. എനിക്ക് ഒത്തിരി പറയണമെന്നുണ്ട്, പക്ഷേ ഇത് വലിയൊരു സബ്ജക്റ്റ് അല്ലേ, ഈ വലിയൊരു ടോപ്പിക്ക്. ഈ വലിയൊരു ടോപ്പിക്കിനെ ഇങ്ങനെ കൊച്ചായി കണ്ട് ഒരു ചെറിയ ക്യാപ്സ്യൂളാക്കി തരാൻ നോട്ട് ഈസി. അത് എനിക്ക് തന്നെ നോട്ട് ഈസിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒക്കെ പ്രയോജനമായെന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയാണ്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ I'm happy about it and I'm cool about it. So ladies and gentlemen, thank you for watching. This is me, Priya Jacob, signing off. So until we meet next, it's a big bye from my side. ഹിയറിംഗ് എയ്ഡ് ആവശ്യമുണ്ടെന്ന് എങ്ങനെ അറിയും? ആളുകൾ സംസാരിക്കുമ്പോൾ പലതും വ്യക്തമാകുന്നില്ലേ? ഫോണോ ഡോർ ബെല്ലോ അടിക്കുമ്പോൾ കേൾക്കുന്നില്ലേ? TV ഉച്ചത്തിൽ വെച്ച് കേൾക്കുന്നുണ്ടോ? വിളിച്ചാൽ കേൾക്കുന്നില്ലെന്ന കംപ്ലൈന്റ് തുടങ്ങിയോ? Call now to book for consultation. 8943 355 333. In our world, elegance meets fashion. Every step exudes confidence. Discover cosmetics that elevate your natural charm, because beauty is your personal statement. Emilia, the Beauty Hub, Madikkummud, Changanasheri, your ultimate style destination, a venture of Konat Group. There is an end to cure, but there is no end to care. Can care. Our facilities, our comprehensive services. പ്രായം കൂടുന്തോറും രോഗങ്ങളുടെ സാധ്യതയും കൂടുന്നു. അപ്പോഴാണ് ഒരു പ്രൊഫഷണൽ കെയർ ആവശ്യം. അതാണ് Can Care. Can Care, care that knows you.